ഞണ്ടിറക്കുമെന്ന് എനിക്കും അറിയാടോ. മീൻ വല്ലതും ഉണ്ടോ? എടോ ആമയൊന്നും വേണ്ട, മീൻ എന്തെങ്കിലും ഉണ്ടോന്ന് ചേച്ചി. മുതലേ ഞാൻ സൊന്നി. മുതലയോ? എടോ ഇതൊക്കെ മനുഷ്യന്മാര് തിന്നുന്നതാണോടോ? ആദ്യം അവൻ പറഞ്ഞ് അവന്റെ കയ്യിൽ ഞണ്ടുണ്ടെന്ന്, പിന്നെ അവൻ പറഞ്ഞ് ആമയുണ്ടെന്ന്, ഇപ്പൊ പറയണ മുതലുണ്ടെന്ന്. എന്റെ ദൈവമേ, മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ താടോ ഇങ്ങോട്ട്. എങ്ങനെ ശരിയാവും? ആരും തരത്തില്ല. നിങ്ങൾക്കറിയോ, എന്റെ ഭർത്താവ് എന്റെ കുട്ടേട്ടൻ 1.5 വർഷമായി കാണാതെ പോയിട്ട്. കണ്ണു കാണത്തില്ല. ഇവിടുന്ന് ഒരു ദിവസം ലോട്ടറി കച്ചവടത്തിനെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയത്. കാണുന്നില്ല. എങ്ങോട്ട് പോയോ എന്ന് എന്റെ മനുഷ്യൻ. ഒന്ന് തിരിച്ചു വന്നാ മതിയായിരുന്നു. കോഴി ഞാനല്ല, അവന്മാരാ. അതല്ല, കോഴിയിറച്ചി. അല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. രാജിക്ക് പെട്ടെന്ന് തരണമെന്ന് തോന്നിയത് കൊണ്ട് കൊണ്ടുവന്ന. കോഴിക്ക് എന്താ വിശേഷം? കോഴിക്കൊക്കെ വിശേഷം വന്ന ആര് പലഹാരം കൊണ്ട് പോകാനാണ്? അയ്യോ സതീശൻ, ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. കോഴിയൊക്കെ പ്രത്യേകിച്ച് വെട്ടുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഉണ്ടാവുമല്ലോ. രാജിക്ക് എന്തെങ്കിലുമൊക്കെ തരണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓ അങ്ങനെ. അപ്പൊ ഇന്ന് വീട്ടിലും കോഴിക്കറി തന്നെ ഇല്ല, വീട്ടിലും മുളകടിച്ചത്. അയ്യോ അതെന്നാ പറ്റി? അവിടെ കറി വയ്ക്കാൻ മേടിക്കാൻ കാശില്ല. അപ്പൊ ഈ കോഴി മേടിച്ചത്? രാജിക്ക് ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കും. അങ്ങനെ. എടാ സതീശ, ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞല്ലോ അപ്പൂപ്പൻ, എന്നാ പറ്റി? ഓ എന്റെ പൊന്ന് രാജി, അതൊന്നും പറയണ്ട. അപ്പൂപ്പനോട് ഡോക്ടർ പറഞ്ഞ് രക്തത്തിൽ ഇരുമ്പിന്റെ അംശം കുറവാണെന്ന്. അയ്യോ എന്നിട്ട്? അപ്പൂപ്പൻ കെട്ടുകമ്പി എടുത്തങ്ങ് തിന്ന്. അയ്യോ എന്നാ പറ്റി? എന്നിട്ട് എന്നാ പറ്റാൻ, കെട്ടുകമ്പി തീർന്നു പോയി. ദൈവമേ, ഇനി എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ രാജി? പ്രാർത്ഥിക്കുക, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്നും പറഞ്ഞ അയണിന്റെ അംശം കുറവാന്ന് പറഞ്ഞ് ആരെങ്കിലും ഇരുമ്പൊക്കെ എടുത്ത് തിന്നുവോ രാജി? ശരിയാ രാജി. പിന്നെ ഈ കുട്ടന്റെ അറിവ് വല്ലതും ഉണ്ടോ? എങ്ങനെയാ? ഓ ഇല്ല, ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. കത്തിക്കണം, മെഴുകുതിരി ഒക്കെ വലിക്കുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല, ഞാൻ കുട്ടന് വേണ്ടി ഞാൻ മെഴുകുതിരി കത്തിച്ചെന്നും പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറയുമായിരുന്നു. പ്രാർത്ഥിക്കണോടാ സതീഷ, നീ പ്രാർത്ഥിക്കണം. നീ ഒരേ ഒരു കൂട്ടുകാരനല്ലേ എന്റെ. അയ്യോ പാവം, എന്റെ കുട്ടേട്ട എവിടെയാണോ എന്തോ. ലോട്ടറി കച്ചവടത്തിന് പോയതല്ലേടാ. ഇനി ആ ലോട്ടറി അടിച്ചാവും വേറെ വല്ലയിടത്തും ഭാര്യയായിട്ട് ജീവിക്കുവാണോ? അങ്ങനെയൊക്കെ സംഭവിക്കും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് രാജി. ചുമ്മാ ഇരി സതീഷ. കാര്യം പറഞ്ഞതാ, അത് ഞാൻ നുണ പറയേണ്ട കാര്യം എനിക്കില്ല. അയ്യോ, അപ്പൊ പിന്നെ നമുക്കൊന്ന് എന്താ ചെയ്യണ്ട സതീഷ? എന്ത് ചെയ്യാനായിട്ടാ? ഞാനൊരു കാര്യം പറയട്ടെ രാജി? ഞാൻ പറയാൻ പോണ കാര്യം നീ ആരോടും പറയണ്ട. ഇല്ല. അതെ, നിന്റെ കൂട്ടുകാരുടെ പോലും പറയല്ലേ. എനിക്ക് കൂട്ടുകാരില്ലല്ലോ. അല്ല സതീഷ, നിനക്ക് കൂട്ടുകാരുണ്ടല്ലോ. ഞാൻ ആ അമ്പലത്തിൽ തിരിച്ചു വരുന്ന വഴിക്ക് ആ കലിങ്ങിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അതെപ്പോഴാ കണ്ടേ? ഒരു 8:30 മണിയായി. 8:45 ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിച്ചല്ലോ ഞാൻ. ആണോ? എന്നായിരുന്നു? എന്നാ പിന്നെ പറഞ്ഞോ, നമുക്ക് രണ്ടുപേർക്കും കൂടിയേ ഒരു ദിവസം കുട്ടേട്ടൻ അന്വേഷിച്ചു പോയാലോടാ? പോകാന്ന് പറയായിരുന്നു. പോകാം. എന്റെ ബലമായ സംശയം ഇവിടെ ചൂട് കാരണം വല്ല തണുപ്പുള്ള ഏരിയ പോയി നോക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് രണ്ടുപേർക്കും മൂന്നാർ പോയി സ്റ്റേ എടുത്ത് അന്വേഷിച്ചാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഊട്ടി ചെന്നൊന്ന് സ്റ്റേ എടുത്ത് അന്വേഷിച്ചാലോ? കുളു മണാലി ചെന്ന് സ്റ്റേ എടുത്ത് അന്വേഷിക്കുന്നതിനെ കുറിച്ച് എന്താ? എന്റെ പൊന്ന് സതീഷേടെ, എന്റെ കുട്ടിയുടെ അങ്ങോട്ടൊന്നും പോത്തില്ല. സ്റ്റേ ആണ് പ്രശ്നം. ഒറ്റ ദിവസത്തിന് പോയിട്ട് വരാന്ന് പറയായിരുന്നു. അതെ, വേറൊരു പ്രശ്നമുണ്ട്. എന്നാ രാജി? ഞാൻ വൈകിട്ട് കുളിക്കാൻ കേറുമ്പോഴേ നമ്മുടെ കുളിമുറിയുടെ ബാക്ക് സൈഡിൽ 2 വാഴ നിക്കുന്നില്ലേ? ആ വാഴക്കിടയിൽ ഒരാള്. രാജി അത് കണ്ടായിരുന്നോ? എന്തോന്ന്? അല്ല, ആളാരായിരുന്നു? കണ്ടായിരുന്നോ? ഇല്ല, ഒരു നിഴൽ വെട്ടം മാത്രം. രാജി ഇവിടെ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നേ? അപ്പൊ തോന്നിയതായിരിക്കും രാജിയും. രാജി ഒരു കാര്യം ചെയ്യും, ഇനി രാജി വൈകുന്നേരം കുളിക്കാൻ വേണ്ടി പോകുമ്പോ ഞാൻ ഇവിടെ ഒന്ന് കാവലിൽ നിൽക്കാം. ബുദ്ധിമുട്ടാവും. വാഴയുടെ ഇടയിൽ നിൽക്കണ ബുദ്ധിമുട്ടൊന്നും എന്തെങ്കിലും പറഞ്ഞായിരുന്നു? എനിക്ക് എന്തോ ബുദ്ധിമുട്ട് രാജി, ഞാൻ വന്ന് നിന്നോളാം. അല്ല സതീഷ, എനിക്ക് ബുദ്ധിമുട്ടാവുമെന്നാ ഞാൻ പറഞ്ഞേ. സതീഷേ, നിന്റെ ഗൾഫിൽ പോണ കാര്യമൊക്കെ എന്തായി? ഗൾഫിൽ പോകാൻ വേണ്ടി എന്റെ രാജി എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് ഞാൻ ഇമിഗ്രേഷൻ എയർപോർട്ടിൽ ചെന്ന് ഇമിഗ്രേഷന്റെ മുമ്പിൽ എത്തിയപ്പോഴേക്കും എന്റെ അമ്മ എന്നെ ചതിച്ചു കളഞ്ഞു. അമ്മ കയറി പോയോ? ഇല്ല. പിന്നെ ഞാൻ എന്റെ പാസ്പോർട്ട് എടുത്ത് അങ്ങോട്ട് വെച്ചപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ഓഫീസർ എന്നോട് ചോദിക്കുക, എത്ര കുറ്റി ഗ്യാസ് വേണം? ഗ്യാസ്? പാസ്പോർട്ടാന്ന് പറഞ്ഞ അമ്മ എടുത്ത് വെച്ചേക്കണ ഗ്യാസിന്റെ ബുക്കായിരുന്നു. എന്നെ ചെയ്യുമെന്ന് പറഞ്ഞ രാജി. പിന്നെ എനിക്ക് കയറി പോകാൻ വേണ്ടി പറ്റുമോ? പറ്റത്തില്ല. എടാ, നിനക്ക് കല്യാണം ഒന്നും ആലോചിക്കുന്നില്ല? രാജി സമ്മതിക്കാതെ എങ്ങനെയാ? ഞാൻ നോക്കണുണ്ട്. പിന്നെ രാജി, എനിക്കൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഭർത്താവ് വിട്ടേച്ചു പോയ പെണ്ണുങ്ങളോ അല്ലെങ്കിൽ വിധവകളോ അങ്ങനെ ആരെങ്കിലൊക്കെ കല്യാണം കഴിച്ച് അവരെ രക്ഷിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നല്ല മനസ്സാടാ സതീഷ നിന്റെ. ചുരുക്കം ചിലർക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ. പക്ഷെ നിനക്ക് അങ്ങനെയുള്ളതിനൊക്കെ കിട്ടുള്ളൂ അല്ലേ രാജി? ഞാനൊരു കാര്യം പറഞ്ഞ രാജി സീരിയസ് ആയിട്ട് എടുക്കുമോ? പറയടാ. രാജി സീരിയസ് ആയിട്ട് എടുക്കുമെങ്കിലേ ഞാനിത് സംസാരിക്കുന്നുള്ളൂ. നീ പറ, എന്താ കാര്യം? രാജി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കുട്ടൻ ഇപ്പൊ പോയിട്ട് ഇവിടെ എത്ര വർഷമായി? 1.5 വർഷം.
ഈ 1.5 വർഷമായിട്ട് രാജി ഈ വീട്ടിൽ സേഫ് ആണോ? അങ്ങനെയൊക്കെ ചോദിച്ചാ രാജിയെ ആ കണ്ടോ, ഞാൻ ഇവിടെ കയറി വരുമ്പോ രാജി ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധന്മാര് നിന്റെ പേര് വിളിക്കണാണ് ഞാൻ കേൾക്കുന്നത്. മനസ്സിലായോ? നീ എന്റെ വീട്ടിൽ വാ, അവിടെ നീ സേഫ് ആയിരിക്കും. സതീശ ഇപ്പൊ വിളിച്ച നിന്റെ അച്ഛനാ. അത് നമ്മൾ നിന്ന് സംസാരിക്കണ കണ്ടിട്ട് അച്ഛൻ നിന്ന് വിളിച്ചായിരിക്കും വീട്ടിൽ വരട്ടുകൊണ്ട്. രാജി, ഞാൻ അതല്ല പറയുന്നത്. രാജി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ആളല്ല. പെട്ടെന്നൊരു ആവശ്യം വന്ന എന്ത് ചെയ്യും? മനസ്സിലാവുണ്ടോ രാജിക്ക്? രാജി, ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇല മുള്ളിയാലും മുള്ളുന്നത് ഇല തന്നെയല്ലേ? എന്താ മനസ്സിലായില്ല? അതെന്റെ കയ്യിൽ നിന്നും പോയി. അതുകൊണ്ടാണ് ഞാൻ രാജിയോട് പറയുന്നത്, രാജി ഒരു കല്യാണം കഴിക്കണം. സതീശ, നീ എന്തോന്ന് സതീശ പറയണത്? എന്റെ കുട്ടേട്ടനെ മറന്ന് ഞാൻ ഒന്നും ചെയ്യത്തില്ല. കുട്ടേട്ടനെ മറന്ന് ചെയ്യണ്ട. രാജിക്ക് ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ. രാജി അതുകൊണ്ട് ഒരു കല്യാണം കഴിച്ചേ പറ്റൂ. എന്റെ കുട്ടേട്ടൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കത്തില്ല സതീശ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കൊല്ലും ഞാൻ അവനെ. എന്റെ ഫോൺ. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്ത്. അയ്യോ, എന്റെ കുട്ടേട്ടനെ പോലെ ഒരാള്. കുട്ടേട്ടനെ പോലെ ആളല്ല, കുട്ടേട്ടൻ തന്നെ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ എത്ര നാൾ ഇവിടെ കിടന്ന് മനുഷ്യാ? എന്നെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ അത്? ഇങ്ങനെ ചെന്നാ ഞാനിപ്പോ വരയ്ക്ക് പുറത്തു പോയേന്. 1.5 വർഷമായി ഞാൻ ഇതിനകത്ത് ഒരുക്കി ജീവിക്കണം. നിങ്ങൾക്ക് അറിയോ? 1.5 വർഷമായിട്ട് ഉരുകി ജീവിക്കാൻ നീ ആരും മെഴുകുതിരിയോ? അപ്പൊ ആ കോമഡി ഏറ്റി. 1.5 വർഷം കാണാതായിട്ട് വന്നാലും ഇങ്ങനെ വായി നീ ഒരു കൗണ്ടർ അല്ലാതെ വേറെ ഒന്നും വരൂ. വെച്ച് കേട്ട് തന്നെ കൈ കയറി പിടിച്ച നിങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് എന്നെ കൈ പിടിച്ച്? എനിക്ക് കണ്ണ് കാണാം. ചുമ്മാ കണ്ണ് കാണാം. ഇല്ല, നോക്ക്. ഞാൻ വിശ്വസിക്കത്തില്ല. വിശ്വസിക്കണം. മൂക്കിത്തോട്. നോക്കി തൊട്ട്. നിങ്ങളുടെ മൂക്കിലല്ലേ, എന്റെ മൂക്കിത്തോട്. തൊട്ട്. മൂക്ക് വയ്യാങ്കി അത് പറയണ്ടായിരുന്നു. മൂക്കി തൊട്ട് ഞാൻ പറഞ്ഞിട്ടല്ലോ, നീ പറഞ്ഞിട്ടല്ലേ? എടി, നീ എന്തിനാ കരയുന്നേ? കൃഷ്ണൻ. അത് ശരി, ഞാൻ ഇവിടുന്ന് പോയപ്പോ ആരാടി അനന്തകൃഷ്ണൻ? അയ്യോ അണ്ണ, അങ്ങനല്ല അണ്ണാ. ഈ സന്തോഷം വരുമ്പോ കരയുന്നതിന് ഒരു പേരില്ലേ അണ്ണാ? ആനന്ദാശ്രു. അതായിരുന്നു. കരാതെ ഞാനിങ് എത്തിയല്ലോ. എനിക്ക് എന്ത് സംഭവിച്ചെന്നാണോ ചോദിക്കാൻ വരുന്നത്? ഞാന് ലോട്ടറി വിറ്റ് ഇങ്ങനെ റോഡിന്റെ സൈഡിൽ കൂടെ പതുക്കെ നടന്ന് ഇങ്ങനെ പോവുക. അപ്പൊ ഈ സമയത്ത് അല്ല, ഒന്ന് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇവിടെ നിന്നങ്ങ് അല്ല, അങ്ങനെ നടന്നു പോയപ്പോ ഒരു കാർ വന്ന് എന്നെ ചാരിയിട്ടങ്ങ് പോയി. ഞാൻ വീണ്. പെട്ടെന്ന് ആൾക്കാർ കൂടി എല്ലാവരും കൂടി എടുത്ത് എന്നെ കാറിനകത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ. അയാൾ ഒരു ഡോക്ടറായിരുന്നു. ആ, അയാൾ ഇവിടെ ഹൈദരാബാദിലുള്ള ആള്, ഐ സ്പെഷ്യലിസ്റ്റ്. അയാൾ എന്നെ അവിടെ കൊണ്ടുപോയി എന്റെ കണ്ണ് ചികിത്സിച്ച് ഭേദമാക്കിയതേ. എന്റെ കണ്ണിന് ഇപ്പൊ ഒരു കുരുവില്ല. എന്താ അങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അണ്ണാ, ഈ കാഴ്ച ശക്തിയൊക്കെ തിരിച്ചു കിട്ടിയപ്പോ എങ്ങനെയുണ്ട്? കൊള്ളാം. കാഴ്ച ശക്തി കിട്ടിയപ്പോ തന്നെ ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോ കാണുന്നത് ഡോക്ടറിനെ ആദ്യമായിട്ട് കണ്ടു. സന്തോഷം കൊണ്ട് ഞാൻ ഡോക്ടറെ എടുത്ത് പൊക്കിയെടുത്ത് കറക്കി നിലത്തിട്ട് നടു പൊടിച്ച്. അങ്ങനെ 6 മാസം ഞാൻ ജയിലിലായി. അതാ ഇത്രയും വരാൻ വൈകിപ്പോയി. അപ്പൊ ഈ 1.5 വർഷം ജയിലിലായിരുന്നോ? 1.5 വർഷം ജയിലിലായി പോയി. എന്റെ ദൈവമേ. പക്ഷെ എന്നാലും വേണ്ടിയില്ല, കാഴ്ച കിട്ടിയല്ലോ, അതൊരു സന്തോഷം. സത്യം പറയാം, എന്തൊരു ഈ സ്ഥലങ്ങളൊക്കെ എന്ത് രസമാണ്. നീ ഹൈദരാബാദ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, സുന്ദരമായ സുന്ദരികളായ സ്ത്രീകളാണ് മൊത്തം. എന്തോ പറഞ്ഞേ? എന്തോ പറഞ്ഞേ? ഞാൻ എന്തോ പറഞ്ഞേ? എന്തോ പറഞ്ഞെന്നാ ഞാൻ ചോദിച്ചേ. സുന്ദരമായ കാഴ്ചകൾ അല്ല, സുന്ദരികളായ പെണ്ണുങ്ങളെന്നാണ് നിങ്ങൾ പറഞ്ഞത്. സുന്ദരമായ മലകളും. ആരുടെ അത് നിങ്ങൾ ഇവിടെ ഇല്ലാതിരുന്നതിന് ശേഷമുള്ള അപ്ഡേഷനാ. ഞാനില്ലെങ്കിൽ എന്താ, ആൾക്കാർ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നല്ലോ, അത് സന്തോഷല്ലേ? ഓ പഴം. വോട്ടടി വോട്ടെ, നീ വിളിച്ചൊന്നും പറയാതെ. അവരല്ല, ഞാൻ നിങ്ങളെയാ പറഞ്ഞേ. എന്നെയാണോ പഴമെന്ന് പറഞ്ഞു? ആ പഴത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിന്റെ അച്ഛനെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടു ഞാൻ. എന്റെ അച്ഛൻ പഴമാണെന്നോ നിങ്ങൾ പറഞ്ഞ? അല്ല, എന്റെ അച്ഛനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടായിരുന്നല്ലോ. ഇങ്ങനെ ലൂപ്പ് ഹോളൊക്കെ ചോദിക്കണം, അപ്പോഴാണ് അത് അടയ്ക്കേണ്ടത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ ജംഗ്ഷനിൽ ഒരാൾക്ക് 10 രൂപ പിച്ച കൊടുക്കുന്നു. 10 രൂപ പിച്ച കൊടുക്കുന്നു. എന്നിട്ട് നോക്കിയപ്പോ എന്തുവാ, 10 രൂപ കൊടുത്തിട്ട് അയാളുടെ പിച്ചപ്പാത്രത്തിൽ നിന്ന് 9 രൂപ എണ്ണി പറക്കി എടുക്കുന്നു. ഇത്രയും നാറിയായ എച്ചിയായ ഒരാൾ ഈ നാട്ടിൽ നിന്റെ അച്ഛനാകാറായ ഒരു കഷ്ണിക്കുള്ള ആളല്ലേ? അതെ തന്നെ. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോയില്ലേ? നിങ്ങൾ എങ്ങോട്ട് പോയി എന്തൊന്നും എനിക്ക് അറിയണ്ട. എല്ലാം ഞാൻ പറഞ്ഞില്ലയോ? എല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ അവസ്ഥയും കൂടെ കേക്ക്. ആകെ കൂടി സഹായിക്കാൻ ആ സതീശനെ ഉണ്ടായിരുന്നു. അവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താടി. അവൻ സഹായിക്കണം, സഹായിച്ചേ മതിയാവൂ.
അതാണ് ശരി. സതീശനോട് ഞാൻ വന്ന് വിവരം വിളിച്ച് പറയണ്ട, ഞാൻ തന്നെ വിളിച്ച് പറയാം. എന്നിട്ട് എനിക്ക് കണ്ണ് കാണില്ല എന്ന് അവനെ ബോധ്യപ്പെടുത്തണം. കണ്ണ് കാണുമെന്ന് പറഞ്ഞു കളയരുത്, അവനൊരു സർപ്രൈസ് കൊടുത്തു കളയാം. അപ്പൊ എനിക്ക് ഈ കാഴ്ച കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊന്നുകൂടെ കല്യാണം കഴിച്ചാലോ? ഒരു ട്രെൻഡാണത്. 2000 വെച്ച് നമുക്കൊരു കല്യാണം കഴിച്ചാലോ? ഈ സന്തോഷത്തിന് നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചിടും മാറട്ടെ. അത് സ്ക്രിപ്റ്റിൽ ഇല്ലല്ലോ. എന്റെ പരമുള്ളേ, ഞാൻ സത്യം തന്നെയാ പരമുള്ളേ പറയണത്. മുംബൈ വാഹന അപകടത്തിൽ കുട്ടൻ കൊല്ലപ്പെട്ടു. കാര്യം എനിക്കിപ്പോ ഇങ്ങനെ ഒരു കള്ളം പറയേണ്ട കാര്യം എന്താണുള്ളത്? അവിടെ നിന്നുള്ള മലയാളി അസോസിയേഷൻ ആൾക്കാർ കുട്ടന്റെ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വരെ എന്റെ തന്നുവിട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ നമുക്കിതൊരു ആഘോഷമാക്കണം, ചടങ്ങുകളൊക്കെ നടത്തണം. എന്നിട്ട് നാളെ തന്നെ രാജിനെ കല്യാണം കഴിപ്പിക്കണം. എനിക്ക് തെണ്ണുണ്ട് കുട്ടമ്പിള്ളേ, രാജി ഇങ്ങനെയൊക്കെ നടക്കുന്നത്. പരമുള്ള വേറൊരു കാര്യം ചെയ്യണം, നമ്മുടെ പൗരസമിതിയിലുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് രാജിനെ വീട്ടിട്ടോ നമുക്ക് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തണം കേട്ടോ. എടി രാജിയേ, അങ്ങ് വന്നേ. സതീശ, എനിക്ക് നിന്നോടേ സന്തോഷമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എനിക്കും നിന്നോട് സങ്കടകരമായ ഒരു കാര്യം പറയാനുണ്ട് രാജി. എന്ത് പറ്റി? നിന്റെ ഭർത്താവും എന്റെ ആത്മാർത്ഥ സുഹൃത്തുമായ കുട്ടൻ 5 മാസം മുമ്പ് വാഹന അപകടത്തിൽ പോയി. എങ്ങോട്ട് പോയെന്ന്? പോയി. ഇതെന്താന്നറിയാമോ? എന്തുവാടാ, കുടുക്കയോ? കുടുക്കയൊന്നും അല്ല, കുട്ടന്റെ ചിതാഭസ്മം. തന്നെ ഭർത്താവ് മരിച്ചിട്ട് കരയാത്ത പിന്നെ ഈ വരുന്നത് ആരാടാ? ഈ ഇലാമപ്പഴം തിരിച്ചു വന്നു. ഇനി ഇതിൽ ഇറങ്ങി ജീവൻ വെച്ച് വന്നതാണോ? സതീശൻ വന്നോടാ. എങ്ങനെ മനസ്സിലായി? നിന്റെ ആ ഓഞ്ഞ നാറ്റമുണ്ടല്ലോ എനിക്ക് കിട്ടിയത്. സതീശ, എന്തോ? രാജിയെ, എന്തോ? ഒരു ചായ എടുക്കടി അവന്. ചായ എടുക്കാം. സതീശ, എന്തോ? നീ ഇങ്ങ തിരിച്ചു വന്നല്ലേടാ, എനിക്കങ്ങോട്ട് ഭയങ്കര സന്തോഷായി. ആണോ? നിന്റെ കാഴ്ചയൊക്കെ എങ്ങനെയുണ്ടോ? എന്റെ കൈ എവിടെയോ തട്ടിയല്ലോടാ സതീശ. നീ എവിടാ? നിന്നെ ഞാൻ കാത്തിരിക്കുവായിരുന്നു. എന്തിനാടാ? നീ ഒന്ന് അങ്ങ് കെട്ടിപ്പിടിച്ച് സ്നേഹിക്കാൻ. ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെടാ. കെട്ടിപ്പിടിക്കടാ. നിന്നെ ഞാനും ഒന്ന് കെട്ടിപ്പിടിക്കട്ടെടാ. എവിടാടാ ഇത്? നീ ഇത്ര നാൾ എവിടെയായിരുന്നടാ? അതൊന്നും പറയണ്ടടാ, അതൊരു വലിയ കഥയാ. ഞാൻ ഇങ്ങനെ ലോട്ടറി വിറ്റ് നടക്കുകയായിരുന്നു. ഈ സമയത്ത് എന്റെ സൈഡിൽ കൂടെ വന്ന ഒരു കാറ് എന്നെ ഇങ്ങനെ തട്ടിയിട്ടിട്ട് പോയി. ആ സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. പെട്ടെന്ന് കുറെ ആൾക്കാർ കൂടി എല്ലാവരും കൂടെ എന്നെ എടുത്തോണ്ട് പോയി. എടുത്ത് അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് അവസാനം അവര് എന്റെ കണ്ണോപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് നീ ഇതിന്റെ അപ്പുറത്തേക്ക് നടക്കുകയല്ലേ? എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കോ? സതീശ, എന്നാ പറഞ്ഞോ ഇല്ല പറഞ്ഞു. അങ്ങനെ ഒരാൾ, ഒരു സ്നേഹമുള്ള ഒരാള് എന്നെ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി. സത്യം പറയാ, നീ ഇവിടെ ഉണ്ടോടാ സതീശ? പിന്നെ പറഞ്ഞോ. ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി എന്റെ കണ്ണോപ്പറേഷൻ. സതീശ, സതീശന്റെ ഉച്ചി നിനക്ക് കണ്ണ് കാണാൻ പാടില്ലടാ. ഇല്ല. ഇതെത്രയാ? 2. അപ്പൊ നിനക്ക് കണ്ണ് കാണാല്ലേ? ഒരു മിനിറ്റ്. എന്തിനാടാ മുണ്ടിരിയുന്നേ? മുണ്ടൊന്ന് ഉണക്കാൻ വേണ്ടിട്ടോ. മുണ്ടുടക്കാൻ വേണ്ടിട്ടാ. മുണ്ടുടക്കാൻ വേണ്ടി? എടാ സതീശ, നീ തടിച്ചു കൊഴുത്തല്ലോ. നീ കൊടുത്തു എടാ. എനിക്ക് കണ്ണ് കാണാടാ. ദൈവം എന്താടാ എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്ക് കണ്ണ് കാണുന്നതിന് നിന്നെ ആരാ ദൈവം പരീക്ഷിച്ചത്? ഇതിന് മുമ്പ് ഒരു ഭാഗം ഉണ്ടായിരുന്നു, അപ്പൊ നീ ഇവിടെ ഇല്ലായിരുന്നു. എനിക്കത് മനസ്സിലായില്ല. അത് നിനക്ക് പിന്നെ മനസ്സിലാവും. ആട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? തന്നെ. നിനക്ക് സുഖമാണല്ലോ? എനിക്ക് സുഖമാണ്. അല്ല, നീ എന്താ ഇതൊക്കെ? ഇതെന്താണ് സംഭവം? ഫ്ലക്സ്. ഫ്ലക്സോ? എന്തിനാ ഫ്ലക്സ് കൊണ്ടുവന്നത്? ഫ്ലക്സ്. ഓക്കെ, ഫ്ലക്സ് എന്തിനാ കൊണ്ടുവന്നത്? ഫ്ലക്സ് വെക്കുന്ന പ്രകൃതിക്ക് ദോഷമല്ലേ? പ്രകൃതി ദോഷമാണ്. ആണല്ലോ. അത് നമ്മുടെ നാട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടിട്ട് ഞാനൊരു ഫ്ലക്സ് അടിച്ചോണ്ട് വന്നേക്കുവാ. അതിനുവേണ്ടിയുള്ള ഫ്ലക്സ് ആണ്. ശരി. അല്ല, ഇതെന്തോ? ഇതോ ഇത് ലവ് ബേർഡ്സിനെ വളർത്താൻ. ലവ് ബേർഡ്സിനെ വളർത്താൻ? കുളത്തിനകത്തോ? അല്ല, അപ്പൊ ഇതിനകത്ത് എങ്ങനെ ലവ് ബേർഡ്സ് കയറുന്ന എങ്ങനെ? ഇത് തുറന്നിട്ട് ലവ് ബേർഡ്സിനെ എടുത്ത് അകത്തേക്ക് ഇടും. അപ്പൊ ഇതിനകത്ത് പുറത്തേക്ക് പോകണ്ടേ? പുറത്തേക്ക് പോകണ്ട. ശ്വാസം മുട്ടത്തില്ല. ലവ് ബേർഡ്സിന്റെ അച്ഛനൊന്നും അല്ലല്ലോ, ശ്വാസം മുട്ടിക്കോളും. എടാ, എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എടാ, നീ പോയതിനു ശേഷം ലവ് ബേർഡ്സിന്റെ ജീവചരിത്രത്തിൽ ആകപ്പാട് വ്യതിയാനം സംഭവിച്ചു. നീ ഇവിടെ ഉണ്ടല്ലോ, മാറ്റം ഉണ്ടാവും. അല്ല, അതുകൊട്ടെ ഇതിനകത്ത് നീ എന്താ എഴുതി വെച്ചേക്കുന്നത്? അതിനകത്ത് പ്രകൃതിക്ക് ദോഷം ചെയ്തെന്ന് എഴുതി വെച്ചേക്കണത്. പ്രകൃതിക്ക് ദോഷം ചെയ്തു? എന്നാ പിന്നെ ഞാൻ പൊക്കി നോക്കരുത്. എന്താ ഇവിടെ ആണുങ്ങൾക്ക് ചേർന്ന പരിപാടിയല്ല മുണ്ട് പൊക്കി നോക്കണത്. അത് നിന്റെ മുണ്ടല്ലേ പൊക്കി നോക്കുന്നത്? ഇപ്പൊ ഇട്ടേക്കുന്നത് എന്റെ ഫ്ലക്സിനകത്തല്ല, അത് പൊക്കി നോക്കാം. അതായത് ഞാൻ ഫ്ലക്സിന്റെ മുണ്ടല്ലേ പൊക്കി നോക്കുന്നത്? ഫ്ലക്സിന്റെ മുണ്ട് പൊക്കി നോക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ നോക്കത്തില്ല. നിന്നെ പോലെ ഒരാള്. എന്നെ പോലെ ഒരാളല്ല, എന്റെ പടം തന്നെ നീ അടിച്ചോണ്ട് വന്നേക്കുന്നത്. ആദരാഞ്ജലികളോ? എനിക്ക് ആദരാഞ്ജലി അർപ്പിച്ചോണ്ട് വന്നേക്കാടാ നീ. അത് നിന്നെ ആരെങ്കിലും ഇങ്ങനെ ആദരാഞ്ജലി മരിക്കുന്നതിനും എഴുതി വെക്കോടാ. 1.5 വർഷമായിട്ട് നീ എവിടെയാന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട്
അതുകൊണ്ടൊരു അഡ്വാൻസ് ആദരാഞ്ജലികൾ. അഡ്വാൻസ് ആദരാഞ്ജലി ആരെങ്കിലും എഴുതുമോ? അഡ്വാൻസ് ഹാപ്പി വിഷു ഉണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അഡ്വാൻസ് ഈസ്റ്റർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെ അഡ്വാൻസ് ആദരാഞ്ജലിക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? ശരിയാ, അഡ്വാൻസ് മാത്രം ആകണ്ട, മൊത്തം പേയ്മെന്റ് ഞാൻ നടത്തിയ വല്ല കുഴപ്പമില്ല. Thank you. രാജിയെ ഇങ്ങ് വന്നേ. രാജി പറയണ്ട. എന്താ ഏട്ടാ? എന്നെ പറയുന്നില്ല. നീ മാല കൊണ്ടുവന്ന് എന്തിനായിരുന്നു? മാല ഞങ്ങളൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഉവ്വ, ഉവ്വ. എന്നാ പിന്നെ അത് ഞങ്ങൾക്ക് പ്രയോജനം പെടുമല്ലോ. നീ തന്നെ അങ്ങ് കൈ കൊണ്ട് എടുത്ത് തന്നു കഴിഞ്ഞാലേ ഗുരുവായൂർ പോയിരുന്ന ഇവിടെ തന്നെ നടത്തുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. നീ സാക്ഷി. എന്നാ രാജി പിടി. അടുത്ത ജന്മത്തിൽ ഒന്നുമില്ല. അന്നേരവും നീ സാക്ഷിയാണ്. എന്നാ പിന്നെ ഞങ്ങൾ ഇട്ടോട്ടെ. ഒന്ന് കുറെ വിടാവോ? പോരുത്. സന്തോഷമായില്ലേ? ശരി, എന്നാ ഫ്ലെക്സ് ചെയ്യാൻ എടുത്തോട്ടെ. എടുത്തു.